നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരം വഞ്ചിയൂരിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണ്. അവിടെ കള്ളവോട്ട് ആരോപണമാണ് ഉന്നയിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക്. യെസ്, ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, എന്താണ് ഇത് സംഭവം? എന്താണ് ഈ ആരോപണം? തിരുവനന്തപുരം വഞ്ചിയൂരിൽ കള്ളവോട്ട് ആരോപണം. ആ ആരോപണമാണ് ഏത് രാഷ്ട്രീയ നേതൃത്വമാണ് ആരോപണം ഉന്നയിച്ചത് എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരാനുണ്ട്. ഡാൻ കുര്യൻ ഉടൻ തന്നെ തിരുവനന്തപുരത്ത് നിന്നും ചേരും. തിരുവനന്തപുരം വഞ്ചിയൂരെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം വഞ്ചിയൂരിലാണ് വോട്ടെടുപ്പിനിടെ സംഘർഷമുണ്ടായത്. നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ അവിടെ കള്ളവോട്ട് ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ സംഘർഷ സാഹചര്യങ്ങളുണ്ട്. അതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. അധികൃതരുടെ ഇടപെടലും അവിടെ ഉണ്ടായിക്കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, എന്താണ് ഈ സംഭവം? സ്ഥലത്ത് CPM BJP സംഘർഷം എന്നതൊക്കെയാണല്ലോ വരുന്ന വാർത്തകൾ. എന്താണ് അവിടെ സംഭവിച്ചത്? സജിത്ത, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഈ പ്രദേശത്ത് കുറച്ച് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ആ തർക്കത്തിന് ഒടുവിലാണ് CPM BJP പ്രവർത്തകർ നേർക്കുനേർ ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുന്ന സാഹചര്യം വഞ്ചിയൂർ കോടതിക്ക് മുമ്പിലുണ്ടായത്. ഇപ്പോൾ ഈ BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വഞ്ചിയൂർ ബാബുവിനെതിരെയാണ് ഈ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം CPM പ്രവർത്തകർ റോഡിന് മറുവശത്ത് കൂടി നിൽക്കുന്നുണ്ട്. വലിയ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ASP ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. CPM പ്രവർത്തകർ റോഡിന് പാർട്ടി ഓഫീസിനോട് ചേർന്ന് കോടതിക്ക് സമീപവും നട റോഡിൽ കുത്തിയിരുന്ന BJP പ്രവർത്തകർ, ഇങ്ങനെ രണ്ട് വശത്തും പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. എന്തായാലും മുതിർന്ന പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇരു കൂട്ടരെയും പറഞ്ഞ് ഈ പ്രകോപന സാഹചര്യം അല്ലെങ്കിൽ സംഘർഷ സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്നായിരുന്നു. ഈ രാവിലെ മുതൽ തന്നെ ചില തർക്കങ്ങൾ വഞ്ചിയൂരിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത് നേർക്കുനേർ ഒരു ഏറ്റുമുട്ടലായി മാറുന്ന സാഹചര്യമുണ്ടായത്. അതിനിടയിലാണ് സ്ഥാനാർത്ഥി കൂടിയായ വഞ്ചിയൂർ ബാബുവുമായി ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരെത്തി സംസാരിക്കുകയാണ്. ഒരു പ്രകോപനപരമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയാൽ അത് വോട്ടെടുപ്പിനെ അടക്കം പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് എത്തും. അതുകൊണ്ട് ആ സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആദ്യം ഉണ്ടായിരുന്ന ഒരു സംഘർഷ സാഹചര്യത്തിന് ഇപ്പോൾ അയവ് വന്നിരിക്കുന്നു. പ്രവർത്തകരെ മുഴുവൻ പാർട്ടി ഓഫീസിനുള്ളിലേക്ക്, ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് സ്ഥാനാർത്ഥി തന്നെ കയറ്റി വിടുന്ന സാഹചര്യമാണ് നിലവിൽ. ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. വഞ്ചിയൂർ ബാബു മാധ്യമങ്ങളെ കാണുന്നു. എന്താണ് അത് അവർക്ക് ആദ്യം മനസ്സിലാക്കണം. കള്ളവോട്ടെന്ന് പറഞ്ഞാൽ എന്റെ വോട്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നതാണ് കള്ളവോട്ട്. ഇതിൽ വോട്ടെന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടികയിലുള്ള വോട്ട് ആ വോട്ടർക്ക് വന്ന് അവരുടെ ID കാർഡ് കാണിച്ച് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അവിടെ ഈ ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചേർക്കൽ പ്രക്രിയ ആരംഭിച്ചപ്പോൾ മുതൽ വോട്ട് ചേർക്കുന്ന ജോലികൾ ഇവിടെയുള്ളവർ ചേർന്നു. അതെല്ലാം തന്നെ ഓൺലൈനിൽ ചേർക്കുന്നതാണ്. ആ ഓൺലൈനിൽ ചേർന്ന വോട്ടുകൾ ആ വോട്ടർമാർ വന്ന് ചെയ്യുന്നു. ഇപ്പൊ ഇത് ആ സമയം മുതൽ ഇവർക്ക് അറിയാം ഇവിടെ ജയിക്കില്ല എന്ന്. അപ്പോൾ മുതൽ ഇവര് വോട്ട് ചേർക്കുന്ന ജോലിയൊന്നും ചെയ്യില്ല. അതൊക്കെ മെനക്കെട്ട ജോലിയല്ലേ, അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വോട്ട് ചേർക്കുന്ന പ്രക്രിയ എല്ലാം പൂർത്തീകരിച്ച് ശേഷം വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്താണ്, ആ വോട്ട് കരട് പ്രസിദ്ധീകരിക്കും. 4 പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. ഞങ്ങൾക്കുള്ള ആക്ഷേപങ്ങളെല്ലാം ഞങ്ങൾ കൊടുത്തു. ആ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ചില വ്യാജ വോട്ടുകൾ വന്നതെല്ലാം നീക്കം ചെയ്തു.
ബാക്കി ആരൊക്കെ വോട്ടുകളുണ്ടെന്നുള്ള കാര്യം നമുക്ക് നുള്ളിപ്പറക്കി കീറി പരിശോധിക്കാൻ പറ്റില്ല. ട്രാൻസ്ജെൻഡർക്ക് വോട്ട് അതറിയാം, അത് മനസ്സിലാക്കണം. ട്രാൻസ്ജെൻഡേഴ്സ് താമസിക്കുന്നത് ഈ വഞ്ചൂരാണ്, ഇവിടെയാണ്. അവർ ക്യാമ്പ് ചെയ്യുന്നതാണ്. അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വീടുകളിലല്ല താമസിക്കുന്നത്, അവിടെ അവരെല്ലാം കൂടെ ഒരുമിച്ചാണ് അവർ താമസിക്കുന്നത്. ഇവിടെയാണ് അവരെ മനുഷ്യരായി അംഗീകരിച്ചത് ഈ വാർഡിൽ. ഞാൻ 2015 കൌൺസിലറായിരുന്ന കാലഘട്ടത്തിലാണ് അവരെല്ലാം കുടുംബശ്രീയിൽപ്പെടുത്തിയത്. അങ്ങനെ കുടുംബശ്രീയിൽപ്പെടുത്തിയ അവരെ മനുഷ്യരായി അംഗീകരിക്കുകയല്ലേ ചെയ്ത്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എല്ലാം ചെയ്യുന്നതാണ്. അപ്പൊ അവരെ ചേർത്ത് പിടിക്കുന്നവരുമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകരായി മാറി. കയ്യേറ്റം ചെയ്യുന്നതിന് മുമ്പേ കയ്യേറ്റം ചെയ്ത് ഞാൻ കണ്ടില്ല. ഞാൻ ഇപ്പൊ കുറച്ച് സമയം അപ്പുറത്ത് സെന്റ് ജോസഫ് സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു. ഇപ്പൊ വന്നപ്പോഴാണ് കേട്ടത്. എന്താണ് നടന്നത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഒരു കാര്യം ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, 2-3 ട്രാൻസ്ജെൻഡേഴ്സ് അതിന്റെ നടയിൽ നിൽക്കുമ്പോൾ അവരെ കൂവുകയാണ്. കാരണം വെച്ചാൽ അവർ മനുഷ്യരല്ലാത്ത ഏതോ മൃഗങ്ങളെ പട്ടികയിൽപ്പെടുത്തി അവരെ കൂവുകയാണ്. ഞാനപ്പോ തന്നെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ CIയോട് പറഞ്ഞു, അവര് മനുഷ്യരാണ്. അവരെ ഈ തരത്തിൽ കാണിക്കുമ്പോൾ നിങ്ങൾ വനിതാ പോലീസിനെ കൊണ്ടുവന്ന് ഈ കാണിച്ച സ്ത്രീകളായിട്ടുള്ളവരാണ് കാണിച്ചത്, അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പോലീസ് അനങ്ങിയിട്ടില്ല. പോലീസ് അനങ്ങാത്ത ഒരു സംഘർഷം ഉണ്ടാകേണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഏതായാലും ഞാൻ ആ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു പരാതി എഴുതി കൊടുക്കൂ. അപ്പൊ അവർ പരാതി എഴുതാൻ പോകുന്നത് കണ്ടു. പിന്നെ എനിക്ക് ഇവിടെ തന്നെ മാത്രം കേന്ദ്രീകരിക്കാൻ കഴിയില്ല, മറ്റു ബൂത്തുകളുമുണ്ട്. എനിക്ക് അവിടെയെല്ലാം പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. അവർ പരാതി കൊടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ട്രാൻസ്ജെൻഡേഴ്സ് ആരും മനുഷ്യരല്ലേ. അവരെ നമുക്കിവിടെ അവരെ വോട്ട് ചേർക്കാൻ പാടില്ലേ? അവരെ പ്രവർത്തകരാക്കാൻ പാടില്ലേ? അവരെ പ്രവർത്തകരാക്കുന്നതിൽ എന്താണ് കുഴപ്പം? അത് ആരാണ് പറയുന്നത് അങ്ങനെ പ്രവർത്തകരാക്കാൻ പാടില്ല എന്ന്? അവരെ വീണ്ടും പ്രവർത്തകരാക്കും. അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യും. എത്ര പേരെ എതിർത്താലും മനുഷ്യരായിട്ടുള്ളവരാണ് അവർ. ഞാൻ അണ പൊട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്ന പോലെ അവർ നിൽക്കുമ്പോൾ അവരെ മാത്രം ഇങ്ങനെ നിന്ന് കൂവിയാൽ ആരാണ് സഹിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും സഹിക്കുമോ? ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ സഹിക്കുമോ? അവര് എത്രത്തോളം അവർ നോക്കണം, അവരെ മാനസിക ഒരു നില നോക്കണം. അവരെ സമൂഹം ആകെ അകറ്റി നിർത്തുകയാണ്. അവരുടെ കുറ്റം കൊണ്ടല്ല അവര് ട്രാൻസ്ജെൻഡേഴ്സ് ആയത്. അങ്ങനെ അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ പാടില്ല. അങ്ങനെ അവർ മനുഷ്യരല്ലേ നമ്മളെ പോലെ. അങ്ങനെ ഉള്ളവരെ പരസ്യമായി അവർക്ക് ക്ഷീണം ഉണ്ടാകുന്ന തരത്തിൽ കാണിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളെല്ലാം മര്യാദയുടെ നെല്ലിപ്പല കണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ കഴിവില്ലാത്തവരല്ല വഞ്ചൂരുള്ളവർ. പക്ഷേ ഞങ്ങൾ ഇതെല്ലാം ക്ഷമയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കണം. വീണ്ടും ഈ തരത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഞങ്ങൾക്ക് മാറാൻ പറഞ്ഞ് ഞങ്ങൾ മാറുകയാണ്. കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ വാക്ക് തർക്കമുണ്ടായത്. ആ തർക്കമാണ് കയ്യേറ്റത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം എത്തിയത്. തുടർന്നാണ് കൂടുതൽ പോലീസ് സംഘം മഞ്ചൂർ കോടതി പരിസരത്തേക്ക് എത്തി പ്രവർത്തകരെ രണ്ട് വശങ്ങളിലേക്ക് ഏറെ ശ്രമകരമായി രണ്ട് വശങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇപ്പോഴും ഒരു പറ്റം BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വഞ്ചൂർ ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഒരു സംഘർഷ സാധ്യത ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഞ്ചൂരാണ് തെരഞ്ഞെടുപ്പിനിടെ ചില സംഘർഷങ്ങൾ ഉണ്ടായത്. BJP CPM തർക്കമാണ് അവിടെ ഉണ്ടായത്. കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇരു വിഭാഗവും രംഗത്ത് വരുന്നത്. എന്തായാലും ആ സ്ഥലത്ത് സംഘർഷം ഇപ്പോൾ ഒഴിവാകുന്നു. പോലീസിന്റെ ഇടപെടലുണ്ട്. ഞാൻ ഏരിയ പ്രസിഡന്റ് മകനാണ് ഇദ്ദേഹം. അത് അടിച്ചു. ഈ അവർക്ക് വോട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് അടിച്ചത്. അവരെ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് അടിച്ചത്. വഞ്ചൂരാണ് സംഘർഷ രംഗങ്ങൾ നമ്മൾ കണ്ടത്. അവിടെ ചില തർക്കങ്ങൾ, കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇരുവിഭാഗവും രംഗത്ത് വരുന്നതാണ് തർക്കത്തിന് ഇടവെച്ചത്. ഇപ്പോൾ പോലീസിന്റെ കൂടുതൽ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യും. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യും. ഞങ്ങൾക്ക് ഇനി സഹിക്കാൻ വയ്യ സാറേ. ഇനി സഹിക്കാൻ വയ്യ.
യെസ്, തിരുവനന്തപുരം വഞ്ചിയൂരാണ് ഈ സംഘർഷ രംഗങ്ങൾ നമ്മൾ കാണുന്നത്. അവിടെ കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് വഞ്ചിയൂർ വാർഡ് തെരഞ്ഞെടുപ്പിനിടയിലാണ് ഈ കള്ളവോട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. CPM-ഉം BJP-യും തമ്മിലാണ് തർക്കം. എന്തായാലും പോലീസിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകും.